മനസ്സിലാക്കണം. അർറുജൂ ഇലല്ലാഹി ബിത്തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അള്ളാഹുവിലേക്ക് നമ്മൾ ധാരാളമായി കൊണ്ട് മടങ്ങേണ്ടതുണ്ട്. തൗബ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നടത്തുന്ന പ്രാർത്ഥനക്കാണ് തൗബ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ പാപമോചനമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതൊരു ഫിത്നകളും കുഴപ്പങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം രണ്ടാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അവൻ തിരിച്ചറിയണമെന്നുള്ളതാണ്. മഅരിഫത്തുൽ അംനി നിഅമത്തുൽ അംനി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർഭയത്വം എന്ന അനുഗ്രഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവൻ തിരിച്ചറിയണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഷെയ്ഖ് ഖുതുബയിൽ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള പല രാജ്യങ്ങളുടെയും അവസ്ഥ നമുക്കറിയാം. പല രാജ്യങ്ങളിലും ഇപ്പോ കുഴപ്പങ്ങൾ ധാരാളമായിക്കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളും അല്ലാത്ത രാഷ്ട്രങ്ങളിലുമായിക്കൊണ്ട് ധാരാളമായിക്കൊണ്ട് യുദ്ധങ്ങളും കൊലപാതകങ്ങളും പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മുഅ്മിൻ എന്ന നിലക്ക് സുരക്ഷിതമായി ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർഭയത്വം എന്നുള്ള, ഭയമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ച് നല്ല രീതിയിൽ കച്ചവടം നടത്തി നല്ല രീതിയിൽ കുടുംബത്തെ നോക്കി നടക്കാൻ പറ്റുന്ന ആ ഒരു ഭയമില്ലാത്തൊരവസ്ഥ അത് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ആ ഒരു നിഅമത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആലോചനയിൽ നിന്ന് വരുന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത്, നഷ്കുറുല്ലാഹ അലാ നിഅമിഹി, അല്ലാഹു നമുക്ക് ഈ നൽകിയ ഏറ്റവും വലിയ നിഅമത്താകുന്ന നിർഭയത്വത്തിന് അല്ലാഹുവിന് നമ്മൾ ശുക്ർ നൽകണം എന്നുള്ളതാണ്. ലുസൂമുൽ ഈമാൻ നഷ്കുറുല്ലാഹ അലാ ഹാദിഹി നിഅമ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു ശൈഖ് പറയുകയാണ്, ഇതിനേക്കാൾ മറ്റൊരു വലിയ നിഅമത്ത് നമുക്ക് കിട്ടാനില്ല. ഫലസ്തീനിലെ ജനതയിലേക്കും സുഡാനിലെ ജനതയിലേക്കും അതേപോലെ തന്നെ ഇപ്പോഴും അസ്ഥിരാവസ്ഥയിൽ തുടർന്നു പോകുന്ന യമനിലേക്കൊക്കെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നിർഭയത്വത്തോളം ഭയമില്ലാതെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്ന അവസ്ഥ. ഫലസ്തീനിലൊക്കെ നിസ്കരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ മിസൈലുകൾ വീണുകൊണ്ടേയിരിക്കുകയാണ്. അവരറിഞ്ഞൊരു കാര്യമുണ്ട്, നിർഭയത്വത്തെക്കാളും അമ്നിനേക്കാളും മറ്റൊരു അനുഗ്രഹം വരാനില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മളിൽ ഒരു മുസ്ലിമിൽ ഒരു മുഅ്മിനിൽ ഉളവാവേണ്ട വികാരം എന്നുള്ളത് അള്ളാഹുവിന് ശുക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ശുക്രിന്റെ ഭാഗമായിക്കൊണ്ട് ഈമാനിനെ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ ഏറ്റവും പവിത്രമായതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുമാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈമാനിനെ മുറുകെ പിടിക്കുക. ഈമാനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈമാൻ വർദ്ധിച്ചു കിട്ടുവാനുള്ള എന്തൊക്കെ ഹേതുക്കളുണ്ടോ, സബബുകളുണ്ടോ, കാരണങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക. ദിക്ർ വർദ്ധിപ്പിക്കുക. ഒന്നാമതായിക്കൊണ്ട് പറഞ്ഞതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറുകൾ ധാരാളമായിക്കൊണ്ട് വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് ശുക്റായിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, രണ്ടാമത്തൊരു ഖുതുബയുടെ പാർട്ട് എന്നുള്ളത് അല്ലദീന, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിന്റെ 82-ാമത്തെ ആയത്തിൽ പറയാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. യാതൊരു കൂട്ടർ അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, വലം യൽബിസു ഈമാനഹും ബിദുൽ, അവരുടെ ഈമാനി അവർ ദുൽമ കലർത്തി കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഉലൈക ലഹുമുൽ അംൻ, അങ്ങനത്തെ ആളുകൾക്കാണ് നിർഭയത്വം ഉണ്ടാവുന്ന അല്ലാഹു പറയാണ്. മഹാന്മാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, എന്താണ് ഈ ദുൽമ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്ത ആളുകളിൽ ഭരമേൽപ്പിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു ഇനമെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വെച്ചു കൊടുക്കുക, അള്ളാഹുവിന് മാത്രം വെച്ചു കൊടുക്കേണ്ട വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വിശേഷിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള ഷിർക്കിന്റെ ഏത് ഇനങ്ങളും ഈമാനിലേക്ക് നമ്മൾ ചേർത്തി കഴിഞ്ഞാൽ, ഷിർക്ക് വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അമ്ന് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നിർഭയത്വം തുടരണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന ഒരു പോംവഴി എന്നുള്ളത് നമ്മൾ ഈമാനിൽ ഉറച്ചു നിൽക്കുക, ആ ഈമാനിലേക്ക് ഷിർക്കിനെ കലർത്താതിരിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്ക് എന്നുള്ളത് ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഹർജിന്റെ കാലഘട്ടത്തിലെ ഇബാദത്ത്, ഹർജിന്റെ കാലഘട്ടത്തിലെ ഇബാദത്ത് അൽ ഖത്ലു വൽ ഖത്ലു, ധാരാളമായി കൊണ്ട് യുദ്ധങ്ങളും
കൊലപാതകങ്ങളും നടക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന ഇബാദത്തിന്റെ പ്രതിഫലം, മഹത്വം എന്നുള്ളത് കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക്, പ്രവാചകൻ പറയാം, എന്നിലേക്ക് നിങ്ങൾ ഹിജ്റ വരുന്നതിന് തുല്യമാണ് നിങ്ങൾ പ്രശ്ന കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന ഇബാദത്ത് എന്നുള്ളത്. അത്രയും പ്രതിഫലാർഹവും മഹത്വവുമാണ് ഈ കുഴപ്പ കാലഘട്ടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മഹത്വം മറ്റൊന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവസാനത്തെ പോയിന്റ് എന്നുള്ളത് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു ഉദ്ധരണി ഷേഖ് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഷേഖ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൗ കാന ലി ദുആഉൻ മുസ്തജാബ, എനിക്കൊരു ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥന എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ഉത്തരം എന്തായാലും ഉത്തരം ലഭിക്കുന്നുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു എനിക്ക് ഓഫർ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഞാൻ എന്റെ ഇമാമിന് വേണ്ടി നൽകുമായിരുന്നു. അഥവാ രാജ്യത്തിന്റെ അമീറിന് വേണ്ടി, രാജാവിന് വേണ്ടി ഞാനത് മാറ്റി നൽകുമെന്ന്, അല്ലെങ്കിൽ ആ രാജാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഈ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ, എല്ലാ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് പണ്ഡിതന്മാരൊക്കെ പറയുകയാണ്, ഇന്നൽ ഇമാമ ജുന്ന, ഇമാം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ളത് നമുക്ക് പരിചയമാണ്. അതുകൊണ്ട് ആ പരിചയക്ക് വേണ്ടി, ആ ഇമാമിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ബഹ്റൈനിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതനായി നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ സുജൂദിനുള്ള കൂലിയും ഷെയ്ഖ് ഹമദ് ബിൻ ഐസക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നിർഭയനാണ്, അൽഹംദുലില്ലാഹ്, ഒരു ഭയവും ഇല്ല. ഇങ്ങനെ നമ്മൾ ജീവിക്കാനുള്ള കാരണം നമ്മുടെ ഭരണാധികാരികൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്കെതിരെ നമ്മൾ സംസാരിക്കരുത്, അവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു